ഹായ്. അപ്പോൾ നമ്മളിന്ന് വന്നിരുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ നവംബർ ഡിസംബറോട് കൂടി കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ, അതായത് ഒട്ടും നമുക്ക് ചിലവില്ലാതെ, അതായത് ഇതിൻ്റെ പുറകെ ഒന്നും നടക്കുകയൊന്നും വേണ്ട, ആ ഒരു രീതിയിൽ നമുക്ക് വീടുകളിലൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു കെയറും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ചൊരു ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് ഇത്. അപ്പം ഇത് സാധാരണ ഞാനിപ്പോൾ നട്ടിരിക്കുന്നതെല്ലാം ചെടിച്ചട്ടികളിൽ അതേപോലെ തന്നെ ഗ്രോ ബാഗുകളിലാണ്. അപ്പം ഈ ഒരു രീതിയിലല്ലാതെ നമ്മൾ നിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് നല്ല രീതിയിൽ നന്നായിട്ട് തഴച്ചുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഒരു കമ്പാണ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നത്. ഒരു കെയറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ വേണ്ട. അത്യാവശ്യം നമ്മളൊരു ജൂൺ ജൂലൈ മാസം ആകുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി അത്യാവശ്യം വളമായിട്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ടിരുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒറ്റയൊരു പ്രാവശ്യം നമ്മുടെ കൂടെ ഈ ചാരോ അതേപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറികളിലൊക്കെ നമ്മൾ ചീയിച്ചിട്ട് അതിൻ്റെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് കൂമ്പെടുക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഇതിപ്പം പല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഹൈബ്രിഡ് ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നാടൻ വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളം ഞാൻ മാസത്തിലൊരു തവണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ചില സമയത്ത് ഇതിൻ്റെ തണ്ടുകൾ ഉണങ്ങിപ്പോകുന്നത് കാണാം. അങ്ങനെ ഉണങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ തണ്ട് ഉണങ്ങാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി കഞ്ഞിവെള്ളത്തിനകത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ചാലിച്ചിട്ട് എവിടെയാണോ തൊട്ട് ഉണങ്ങുന്നത് അതിൻ്റെ തൊട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് മഞ്ഞൾപ്പൊടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ തണ്ട് ചീച്ചിൽ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം. പിന്നെ ചിലരുടെയൊക്കെ സംശയമാണ് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ കുറ്റി പോലെ, അതായത് ചെറിയ ബുഷായിട്ട് ഈ ഒരു പ്ലാന്റ് നിർത്തുന്നതെന്ന്. അപ്പം അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ ഞാനിവിടെ വീട്ടുകളിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചൊരു സമയമാകുമ്പോഴത്തേനും ഇതിൻ്റെ തണ്ടിങ്ങനെ നീണ്ടു വരും അല്ലേ. ആ ഒരു സമയത്ത് ഇതിൻ്റെ തണ്ട് ഞാൻ ആ തണ്ടറ്റം ഒന്നിങ്ങനെ നുള്ളി കൊടുക്കും. അപ്പം അതിൻ്റെ തൊട്ട് താഴത്തെ ബ്രാഞ്ച് മുതൽ നന്നായിട്ട് ഇത് ബുഷിയായിട്ട് നല്ല തളിരിലകൾ വരും. ഇത് കണ്ടോ, ഇത് നമ്മൾ വെട്ടിക്കൊടുത്താണ്. അതിൻ്റെ മുകൾ ഭാഗത്തെ ആ കമ്പ് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ തൊട്ട് താഴെ നിന്ന് നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുഷിയാക്കാൻ വേണ്ടി അതിൻ്റെ തളിരിലകൾ ചെറുതായിട്ട് നുള്ളി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനുമാണ് അന്ന് അധികം പെട്ടെന്ന് നമ്മൾ ചേർത്ത് ഡ്രിം ചെയ്യേണ്ടത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ്. അതായത് ഈ പൂക്കളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു നവംബർ ഡിസംബറോട് കൂടി ഈ പൂക്കൾ ഉണ്ടായിട്ട് ഏകദേശം നമുക്ക് ഫെബ്രുവരി മാർച്ച് തുടങ്ങുമ്പോഴത്തേനുമാണ് ഇതിൻ്റെ പൂക്കൾ മൊത്തത്തിൽ തീരുള്ളൂ. ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഡ്രിം ചെയ്ത് വെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ കൂമ്പെടുക്കുകയും. അപ്പം നമ്മൾ ഡ്രിം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തണലത്തോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കി ഇപ്പോൾ നല്ല രീതിയിൽ ഇതിങ്ങനെ തഴച്ചു വന്നിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ചെറിയ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ മാസത്തിലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ കൊടുത്താലും നല്ല രീതിയിലുണ്ടാകുന്ന നല്ലൊരു ഒട്ടും കെയർ ഇല്ലാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട്. നിങ്ങൾക്ക് വളരെ എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയൊരു തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കത് ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പം ഈ ചാണകപ്പൊടിയാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന സമയത്തും നമുക്കിങ്ങനെ ഈ ചാണകപ്പൊടി ഇതിൻ്റെ ചോടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെതറി കൊടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് സെറ്റാക്കി വെക്കാം. അപ്പം ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു കമ്പില്ലേ, ഇതിപ്പോൾ നീണ്ടിങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ നുള്ളിക്കളയണമെന്ന് പറഞ്ഞത്. അതേപോലെ കുറച്ച് മൂത്ത കമ്പുകളാണെങ്കിൽ നമുക്കിത് മുറിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് തന്നെ കുത്തി വെക്കുകയാണെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് വേര് വന്ന് അതൊരു പുതിയ പ്ലാന്റായിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ നേരത്തെയൊക്കെ ഒടിച്ച് കുത്തിയ കമ്പുകൾ കണ്ടോ, ഇതൊക്കെ ഒടിച്ച് കുത്തിയ കമ്പുകളായിരുന്നു. അതൊക്കെ ഏകദേശം നല്ലൊരു വേറൊരു പുതിയ പ്ലാന്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കി, ഇത് നേരത്തെ ഒടിച്ച് കുത്തിയതിന് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ വേരാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയുടെ കാര്യങ്ങൾ കെയറും അതുപോലെ തന്നെ ചെടിയുടെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.